ഇന്ന് ഞണ്ട് റോസ്റ്റ് ആയിട്ടാണ് ഞാൻ വന്നേക്കണത്. അതെങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കിയാലോ. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് തക്കാളി, സബോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി പാൻ ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ നല്ലോണം ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പീസ് ഇഞ്ചിയും ഒരു 8 അല്ലി വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് കറിവേപ്പില, ഒരു 3 പച്ചമുളക്, 4 വലിയ സബോള ഇതെല്ലാം ചേർത്ത് അതിൻ്റെ കൂടെ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ഇളക്കി കൊടുത്ത് നല്ലോണം മൂപ്പിച്ചെടുക്കാം. സബോളയൊക്കെ നല്ലോണം മൂത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ മീറ്റ് മസാല ചേർത്ത് കൊടുത്തു. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം ഒരു മിനിറ്റ് ഇളക്കി മൂത്തതിന് ശേഷം നമുക്ക് മുളക് പൊടി ചേർക്കാം. ഇനി അതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കണം. അതിൽ 1 ടീസ്പൂൺ സ്പൈസിയും 1 ടീസ്പൂൺ കാശ്മീരി. ഇതെല്ലാം ചെറിയ തീയിൽ വേണം നമുക്ക് ഇളക്കി കൊടുത്ത് ഫ്രൈ ആക്കി എടുക്കാൻ. ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 വലിയ തക്കാളി പീസാക്കിയത് ഇട്ട് കൊടുത്ത് ഇളക്കാം. ഇതൊന്ന് അടച്ച് വെച്ച് നല്ലോണം മൂത്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. മൂത്തിട്ടുണ്ട്. ഇനി അതിൽ തക്കാളിയുടെ പീസൊക്കെ നല്ലോണം ഗ്രേവി ആകുന്നതിന് നമുക്കൊരു കുറച്ച് വെള്ളം ചേർത്ത് ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് അടച്ച് വെച്ച് അത് നല്ലോണം റോസ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. 2-3 മിനിറ്റിനുള്ളിലെല്ലാം റെഡിയായി കിട്ടും. എല്ലാം കറക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഞണ്ടാണ്. അതിൻ്റെ കൂടെ തന്നെ മസാലയ്ക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കണം. അങ്ങനെ നമ്മുടെ മെയിൻ സ്റ്റാറായ ഞണ്ടും കൂടെ ചേർത്ത് നമുക്ക് നല്ലോണം ഇളക്കി കൊടുത്ത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റോളം വെള്ളം ചേർക്കാതെ ആ വെള്ളത്തിൽ തന്നെ വഴറ്റിയെടുക്കണം. ഇതുപോലെ 5 മിനിറ്റ് കഴിയുമ്പോൾ ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് ഇളക്കി നമുക്ക് അടച്ച് വെച്ച് ഒരു 15 മിനിറ്റോളം മൊത്തത്തിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇളക്കി കൊടുക്കണം. അങ്ങനെ ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഒന്ന് അടച്ച് വെച്ച് 2-3 മിനിറ്റിന് ശേഷം തുറക്കുമ്പോൾ നമ്മുടെ ഞണ്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നമ്മൾക്ക് ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് ഒന്ന് ചേർത്ത് കൊടുക്കാം. കുരുമുളകാണ് ഇതിൻ്റെ ഞണ്ടിന് ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻറ്റ്. അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഞണ്ട് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം, ടേസ്റ്റ് ചെയ്യണം, കമൻ്റ് അറിയിക്കണം.